ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഒരു കരിക്ക് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. റെസിപ്പിയിലോട്ട് പോവാം. ഫസ്റ്റ് ഞാൻ ഇവിടെ 2 കരിക്കാണ് എടുത്തിട്ടുള്ളത്. കരിക്കിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ ഫ്ലഷ് മാത്രം. ഫ്ലഷ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളത്. എടുത്തു വെച്ച ഫ്ലഷിൽ നിന്ന് അതിലെ മഞ്ഞ കളർ മാറ്റിയെടുക്കാം. നമുക്കത് ആവശ്യമില്ല. ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് ഫ്ലഷ് മാറ്റി വയ്ക്കണം. തേങ്ങാപ്പാലിൽ അരച്ചെടുക്കാൻ സ്ലൈസ് ചെയ്തത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരുപാട് മൂത്ത കരിക്കാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ഇളം കരിക്കാണ് ആവശ്യം. കരിക്ക് പായസത്തിൽ ചൗവരി വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല, അതെല്ലാം ഓപ്ഷണലാണ്. പായസം തയ്യാറാക്കാൻ വേണ്ടി ഒരു ചുവട് കട്ടിയുള്ള പാത്രം സ്റ്റൗവിൽ വച്ചതിന് ശേഷം ഞാൻ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് കുറുകുന്ന ടൈമിൽ മാറ്റി വെച്ച കരിക്കിൻ്റെ ഫ്ലഷ് തേങ്ങാപ്പാലിൽ അരച്ചെടുക്കാം. നല്ല ക്രീമി ടൈപ്പിൽ വേണം 1-ാം പാലിൽ ചേർത്ത് അരച്ചെടുക്കാൻ. അതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തൊരു ബൗളിൽ 1.5 സ്പൂൺ ആരോറൂട്ട് പൗഡർ എടുത്ത് തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വയ്ക്കാം. ആരോറൂട്ട് പൗഡറിന് പകരം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. പാലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ ആരോറൂട്ട് പൗഡർ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. പാല് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാരണം പാട വരാനും പാടില്ല, അടിക്ക് പിടിക്കാനും പാടില്ല. ശേഷം ജാറിൽ അടിച്ചു വെച്ച കരിക്കിൻ്റെ പേസ്റ്റ് ഇതിലിട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കട്ടിയാകാതെ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം. ശേഷം ഏലക്ക നന്നായി പൊടിച്ചത് ചേർക്കാം. കുറച്ച് നെയ്യും കൂടി ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഫസ്റ്റ് സ്ലൈസ് ചെയ്ത് വെച്ച കരിക്കിൻ്റെ ഫ്ലഷ് ഇതിലേക്ക് ചേർത്ത് ഇളക്കാം. അടുത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിലൊന്ന് വഴറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വഴറ്റിയിരുന്നത് ഓപ്ഷണലാണ്. കരിക്ക് പായസത്തിൽ വേണമെങ്കിൽ മാത്രം ചേർക്കാം. ഇത് ചൂടോടെ കുടിക്കുന്നതിനേക്കാൾ നല്ലത് തണുപ്പിച്ചതിന് ശേഷം കുടിക്കുന്നതാണ് സ്വാദ് കൂടുതൽ. തണുത്തതിന് ശേഷം കുടിക്കാം. ടേസ്റ്റ് ഒരു രക്ഷയില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി പായസം റെസിപ്പിയാണ് ഇത്. ഡെലീഷ്യസും ഹെൽത്തിയുമായ ഈ റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.